ഹായ് ഓൾ, വെൽക്കം ടു ദേവ്സ് വേൾഡ് റിവ്യൂ ടൈം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 2025 ഇറങ്ങിയിട്ടുള്ള ഐഡൻറ്റിറ്റി മൂവി ആയിട്ടാണ്. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ മൂവി രചനയും സംവിധാനവും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പേരുകൾ നമുക്ക് കുറച്ച് ഫെമിലിയർ ആണല്ലേ. നമ്മൾ ഫോറൻസിക് മൂവിയിലും ഇവർ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിലും നമ്മുടെ ടൊവിനോ തന്നെയാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഐഡൻറ്റിറ്റി മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ച് നെഗറ്റീവുകളും അതുപോലെ തന്നെ പോസിറ്റീവുകളും ഉണ്ട്. എങ്കിലും എനിക്ക് കുറച്ച് വർക്കാവാത്ത രീതിയിലാണ് തോന്നിയിട്ടുള്ള ഈ ഒരു മൂവി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വർക്കായി എന്നും അറിയാമല്ലോ. ഇനി കാണാനുള്ള ആൾക്കാർക്കും അതൊരു പ്രചോദനമാകും. അപ്പോൾ OTTയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ടൊവിനോൻ്റെ നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷമ്മി തിലകൻ, വിനയ് റായ്, അതുപോലെ തൃഷ, ഇവരൊക്കെ ഉണ്ട്. തൃഷേൻ്റെ റോള് എത്രത്തോളം, അതായത് നമ്മൾ തൃഷേനെയൊക്കെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചൊന്നും അഭിനയിക്കാനില്ലാത്ത രീതിയിലാണ് എനിക്ക് ഈ ഒരു മൂവിയിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഈ ഒരു മൂവിൻ്റെ മേക്കിങ് പോകുന്നത്. മൂവിൻ്റെ കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കത്ര വർക്കായില്ല എന്ന് പറഞ്ഞല്ലോ. കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. നമ്മളെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മേക്ക് ചെയ്ത മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു മൂവിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് എയറിൽ, അതായത് പ്ലെയിനിൽ പോകുമ്പോൾ ഉള്ള ഒരു ഫൈറ്റ് സീൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല നല്ല ആശയങ്ങളും അതുപോലെ തന്നെ നമ്മൾ പുതിയ രീതിയിൽ നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും തന്നെയായിരുന്നു ആ മൂവിയിൽ ഉള്ളത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫൈറ്റും കാര്യങ്ങളും. ആ ഒരു ഫൈറ്റ് നമ്മളെ പിടിച്ചിരുത്തും എന്ന് തന്നെ പറയാം. ആ ഒരു സീനിൽ മാത്രം നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ നമുക്ക് കുറച്ച് ബോറടിയും ഒരു ലാഗും ഒക്കെ തോന്നുന്ന ഒരു മൂവി തന്നെയാണ്. നമ്മളെ കുറേ കൺവിൻസ് ചെയ്യിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു മൂവിയുടെ ഒരു ഒഴുക്ക്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഐഡൻറ്റിറ്റി മൂവിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. കണ്ടിട്ടുള്ള ആരെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കഥ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ അതോ കൺഫ്യൂഷൻ ആക്കിയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.